എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 അലോട്ട്മെൻറ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റ് hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ നാളെ വൈകിട്ട് 23-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അത് നിങ്ങൾക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററി ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന ചോദ്യത്തിന് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയവർക്കും ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ അപേക്ഷ നൽകിയിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ല. ഇനി അപേക്ഷയിലെ പിഴവ് കാരണം, അപേക്ഷയിൽ വന്നിട്ടുള്ള തെറ്റ് കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു, പക്ഷേ അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ അഡ്മിഷൻ ലഭിക്കാതെ പോയി. അതായത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടാകും, പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാകില്ല, സ്കൂളിൽ ചെന്നപ്പോൾ അപേക്ഷയിൽ തെറ്റ് കാരണം നിങ്ങൾക്ക് ആ സീറ്റ് നഷ്ടമായിട്ടുണ്ടാകും. എങ്കിൽ നിങ്ങൾക്കും ഇത് അപേക്ഷ പുതുക്കി നൽകാം. ഇനി അപേക്ഷ നൽകിയാൽ മാത്രം പോരെ, എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ എന്നൊരു ഓപ്ഷൻ നൽകണം. ആ ഫൈനൽ കൺഫർമേഷൻ നൽകാതെ പോയ വിദ്യാർത്ഥികളും ഇതിൽ പരിഗണിക്കപ്പെടാതെ പോയിട്ടുണ്ട്. അത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കും എന്ത് ചെയ്യാം, ആ ഫൈനൽ കൺഫർമേഷൻ നൽകാത്തത് മൂലം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാതെ പോയവർക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി മെറിറ്റ് കോട്ടയിൽ നിങ്ങൾ പ്രവേശനം നേടിയിട്ടും നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിച്ചു മെറിറ്റ് കോട്ടയിൽ, പക്ഷേ നിങ്ങൾ അഡ്മിഷന് ഹാജരാകാത്ത നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ സ്കൂളിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു, പക്ഷേ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ സ്കൂളിൽ ചെന്നില്ലെങ്കിൽ നിങ്ങൾക്കിതിന് അപേക്ഷിക്കാൻ അർഹരല്ല നിങ്ങളിതിൽ. പിന്നെ അതുമാത്രമല്ല, മറ്റേതെങ്കിലും കോട്ടകളിൽ പ്രവേശനം നേടിയിട്ട്, അതായത് സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ടകളാണ് അതെല്ലാം. മറ്റേതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയിട്ടും അവിടുന്ന് TC വാങ്ങിയ അതായത് TC വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. TC വാങ്ങിയവർക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതൊന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതായത് മറ്റേതെങ്കിലും കോട്ടകളിൽ പ്രവേശനം നേടി വിടുതൽ ചെയ്തവർക്കും ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. അതിനെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. hscap എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. ശേഷം അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ID, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ്, ജില്ല നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് റീനൗ ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ വേക്കൻസി ലിസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, വേക്കൻസി ലിസ്റ്റ് ഓൾറെഡി hscapൻ്റെ സൈഡിലുണ്ട്. ആ വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മുന്നേ അപേക്ഷിച്ച ഏതെങ്കിലും സ്കൂളുകളും കോഴ്സുകളും ചിലപ്പോൾ എടുത്തു കളയേണ്ടി വരും, ചിലപ്പോൾ പുതിയതായുള്ള ഓപ്ഷൻ കയറ്റേണ്ടി വരും. അത് പുതിയതായുള്ള ഓപ്ഷൻ കയറ്റേണ്ടി വരും, അതായത് അപേക്ഷ പുതുതായിട്ടുള്ള ഓപ്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും അപേക്ഷിക്കേണ്ടതാണ്. ഇനി അപേക്ഷയിൽ തെറ്റ് വന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് ഭാഗത്താണോ തെറ്റ് വന്നത് ആ ഭാഗത്തെ തെറ്റ് തിരുത്തിയതിന് ശേഷം വേണം ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ. പിന്നെ അപേക്ഷ നൽകിയാൽ മാത്രം പോരാ, പല വിദ്യാർത്ഥികളും നൽകിയിട്ട് പോകും, പക്ഷേ ഡിക്ലെയർ ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നൽകില്ല. അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത അപേക്ഷകളും ഒരു കാരണം വെച്ചാലും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല.
അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ആയി കഴിഞ്ഞു. സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വരും വീഡിയോകളിലൂടെയും ഇതിനുശേഷമൊക്കെ നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.